ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. PCTA ഭാഗമായിട്ടുള്ള സൈക്കോളജി അവറിൻ്റെ ഒരു പുതിയ സെഷനാണിന്ന്. ഒരു ലോ ബേസ്ഡ് ആയിട്ടുള്ള, ഒരു കോമൺ ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കോമൺ പീപ്പിളിന് പറ്റുന്ന ലോ ബേസ്ഡ് ആയിട്ടുള്ള സെഷനാണിന്നത്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഓഫൻസസ്. പോക്സോ എന്ന് പറയുന്ന ഒരു കേസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏകദേശം 1448ഓളം കേസുകളാണ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇത്, അല്ലേ? കുട്ടികളാണ് ഇതിനകത്ത് കൂടുതലും അഫക്റ്റഡ് ആകുന്നത്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ട് പറയുമ്പോൾ ഒരു വലിയ ദുസ്ഥിതി തന്നെയാണ് ഇത് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇന്ന് ഈ സെഷൻ നമുക്ക് വേണ്ടി എടുക്കുന്നത് അഡ്വക്കേറ്റ് രേണുക മാമാണ്. ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. വളരെ പ്രത്യേകതകളുള്ള ഒത്തിരിയും വിഷയങ്ങൾ മാം കവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് MSc സൈക്കോളജി, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജി. ബേസ് ലോ തന്നെയാണ്, LLB, അതുപോലെ തന്നെ LLM, ഇങ്ങനെയുള്ള ലോ ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നോട്ടറി അഡ്വക്കേറ്റാണ്. ഗുഡ്വിൽ ആൻഡ് ഗുഡ്വിൽ ലീഗൽ കൺസൾട്ടൻസ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആയുഷ്പുരം ആലുവയിൽ മാം നടത്തുന്നുണ്ട്. ഒത്തിരിയും അച്ചീവ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ മാമിൻ്റെ പേരിലുണ്ട്. പ്രത്യേകിച്ച് 2025 കാലഘട്ടങ്ങളിൽ മുതൽ സൈക്കോളജിക്കൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. പ്രധാനമായിട്ടും ബിസിനസ് ലോസ് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുപോലെ MES കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ടോക്കച്ചിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ലോസ് ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അതുപോലെ ഒരു കൗൺസിലർ, ട്യൂട്ടർ, ലെക്ചർ ഇൻ ലീഗൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് ട്യൂട്ടർ, ഇങ്ങനെ പല നിലകളിൽ പ്രാഗൽഭ്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. PCTA സംബന്ധിച്ചോളം തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് അഡ്വക്കേറ്റ് രേണു മാം നമ്മളോട് കൂടെ ഉള്ളത്. വളരെ കൃത്യതയോടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് രേണുക മാമിൽ നിന്ന് കേൾക്കാം. ഇന്നത്തെ ദിവസം ധന്യമാകാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർലാൽ സാർ എത്തിയിട്ടുണ്ട്. എറണാകുളം ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് ജോൺ ബേബി സാറുണ്ട്. അതുപോലെ തന്നെ പല ജില്ലകളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം PCTA ഭാഗമായിട്ട് ജില്ലാ പ്രസിഡന്റ് നിത്യാമ്മ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം രേണുക മാമിനെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നു. രേണുക മാം, യു ആർ വെൽക്കം. താങ്ക് യു സോ മച്ച് സർ. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ അവസരം തന്നതിന് ആദ്യമായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പം നമുക്ക് സെഷനിലേക്ക് കടക്കാം സർ എന്നല്ല? യെസ്. ഓക്കെ, സോ ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലീഗൽ ഇൻസൈറ്റ്സ് ഇൻ ടു പോക്സോ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ ലൈഫിലും കൂടെ നമ്മളുടെ അടുത്തും നെയ്ബർഹുഡിലും എനിക്ക് നമ്മുടെ രാജ്യം മുഴുവനാകെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കേസാണ് കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഒഫൻസസ്. അപ്പം ആക്ച്വലി ഈ പോക്സോ ആക്ട് വന്നിരിക്കുന്നത് 2012 അപ്പം ഇതിനകത്തോട്ട് ഈ ആക്ട് എന്താണെന്നും ഇതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ ഏത് സമയത്താണ് ഈ ആക്ടിൻ്റെ റിലവൻസ് വരുന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് നമ്മൾ എന്താണ് ഈ പോക്സോ ആക്ടിനകത്ത് പ്രൈമറിലി ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ ഹരാസ്മെൻറ്റ്, പോർണോഗ്രഫി, ചൈൽഡ് ട്രാഫിക്കിംഗ്, കുട്ടികളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് അസോൾട്ട് നടത്തുക, അല്ല ഹരാസ്മെൻറ്റ്, പിന്നെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ എടുക്കുക, ചൈൽഡ് ട്രാഫിക്കിംഗ്, കുട്ടികളെ കടത്തിക്കൊണ്ടുപോവുക. ഇതാണ് മെയിനായിട്ട് പോക്സോ ആക്ടിനത് കവർ ചെയ്യുന്നത്. എപ്പോഴാണ് നമുക്ക് ഈ പോക്സോ ആക്ട് നിലവിൽ നമ്മുടെ രാജ്യത്ത് വന്നതെന്ന് വെച്ചാൽ 2012 നവംബറിലാണ്. ഇങ്ങനെയൊരു ആക്ട് വരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരുപാട് ട്രീറ്റീസ് നമ്മൾ സിഗ്നറ്ററി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്, കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് 1992 നമ്മൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ
കൺവെൻഷൻ റാറ്റിഫൈ ചെയ്തു, അത് സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാടിയായിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോക്സോ ആക്ട് നമ്മുടെ രാജ്യത്ത് വന്നത്. അതുകൂടാതെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു മിനിസ്ട്രി ഉണ്ട് ഇതിൻ്റെ കുട്ടികൾക്കും സ്ത്രീകളുടെയും മാത്രം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മിനിസ്ട്രി എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ലെജിസ്ലേഷൻ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുത്താണ് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ മെയിൻ തീം എന്ന് വെച്ചാൽ കുട്ടികളെ സെക്ഷൽ അബ്യൂസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പോക്സോ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ഐ ഹോപ്പ് ഞാൻ ഓഡിബിൾ ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെയാണ്, ക്ലിയർ ആണ്. സോ ഈ പോക്സോ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, കുട്ടികളുടെ സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ ഹരാസ്മെൻറ്റ്, പോർണോഗ്രഫി, ഇതിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ഇന്ന് കുട്ടികൾക്ക് കുട്ടി എന്ന് പറയുന്നത് തന്നെ എന്താണ്, അവരുടെ മെൻ്റലി അവർ അത്രയും ഡെവലപ്ഡ് ആയിരിക്കില്ല. അവരനുഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള അത്രയും അവർക്ക് വെൽ എക്യുപ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് അസോൾട്ട് എന്താണെന്ന് ചിലപ്പോൾ അവരറിയാതെ തന്നെ ആയിരിക്കും ഇവർ എക്സ്പ്ലോയിറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ആക്ട് എന്തിനാന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു കുട്ടികളെ സെക്ഷൽ അസോൾട്ടിൽ നിന്ന്, അതുപോലെ സെക്ഷലി ഹരാസ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും, അടുത്ത വീട്ടിൽ അങ്കിള് ചോക്ലേറ്റ് കൊടുത്തു തരാം അല്ലെങ്കിൽ ടോയ്സ് മേടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. പക്ഷേ ആ കുട്ടിയെ അബ്യൂസ് ചെയ്യും. കുട്ടി ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല ഇത് അബ്യൂസാന്നുള്ളത്. പിന്നെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പകർത്തുക, ഇതൊക്കെ കുട്ടികളെ ഓരോ അവർക്ക് ആകർഷിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, അല്ലെങ്കിൽ ടോയ്സ്, ബുക്സ്, അങ്ങനെ ഓരോന്നും കൊടുത്ത് അവരെ ആകർഷിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കുട്ടികളെ സംരക്ഷിക്കുക. കുട്ടികൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ള ആളുകൾ, ഇപ്പം ഫാമിലിയിൽ പാരൻസ് ആകാം, ടീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത നെയ്ബർഹുഡിലൊരു കുട്ടിയായിരിക്കാം. പക്ഷേ ഇതെല്ലാം നമ്മൾക്ക് കുട്ടികളെ ഇത്തരം രീതിയിൽ നിന്ന്, ഈ വൈകൃതങ്ങളിൽ നിന്നെല്ലാം കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്, സേഫ് ഗാർഡ്സ് ദെയർ ഇൻട്രസ്റ്റ് ത്രൂ ഔട്ട് ദി ജുഡീഷ്യൽ പ്രോസസ്സ്. ഈ ജുഡീഷ്യൽ പ്രോസസ്സ് മുഴുവനാകും ഈ കുട്ടിയുടെ ഇൻട്രസ്റ്റ്, കുട്ടിയുടെ താല്പര്യങ്ങൾ എപ്പോഴും സംരക്ഷിക്കുക. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും നമ്മൾ കോടതിൻ്റെ മുന്നിൽ എക്സ്പോസ്ഡ് ആക്കില്ല. കുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ പിന്നീട് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂയിലേക്ക് പോകാനുള്ളൊരു കാരണമാണ്. അതിനു വേണ്ടി തന്നെയാണ് ഒരു സ്പെഷ്യൽ കോഡ്സ് ഈ കുട്ടികളുടെ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഈ ആക്ട്, പോക്സോ ആക്ട് പ്രകാരം നമ്മൾ സ്പെഷ്യൽ കോഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഒരിക്കലും മറ്റുള്ളൊരു ഓപ്പൺ കോർട്ടിൽ എക്സ്പോസ്ഡ് ആകാതെ അവരുടെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാം ട്രയൽസ് കണ്ടക്ട് ചെയ്യുന്നത്. കുട്ടിയെ ഒരു കാരണവശാലും ആ ഒഫൻഡറിനെ, കുട്ടിയെ ഉപദ്രവിച്ച ആളുടെ മുന്നിൽ ഒരിക്കലും കുട്ടിയെ പ്രദർശിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയെ എപ്പിയർ ചെയ്യാനായിട്ട് ഒരിക്കലും അനുവദിക്കുന്നില്ല. അതാണ് നമ്മൾ ഈ പോക്സോ ആക്ട് കൊണ്ട് അതിൻ്റെ ബലത്തിലാണ് നമ്മൾ ഈ സ്പെഷ്യൽ കോഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ ഈ ആക്ട് പിന്നെ 2019 നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പണിഷ്മെൻറ്റ്സ് ടു ഡിറ്റർ offenses in order to deter abuses and ensure a dignified childhood. ഒരു പ്രാവശ്യം ഒരു കുട്ടി ഇങ്ങനെ ഒരു വിക്ടിം ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ മീഡിയാസ് ആണെങ്കിലും ശരി, സമൂഹമാണെങ്കിലും ആ കുട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് പകരം കുട്ടിക്ക് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടൊരു ലൈഫ് എൻഷുർ ചെയ്യാനാണ് ഏറ്റവും ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടി ഒരിക്കലും എക്സ്പോസ്ഡ് ആകാതെ, കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടിക്ക് സമൂഹത്തിൽ നാളെ ആ കുട്ടി ജീവിക്കേണ്ടതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് എൻഷുർ ചെയ്യുക എന്നുള്ളതും ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശങ്ങളിലൊന്നാണ്. പിന്നെ സ്ട്രിഞ്ചൻറ്റ് പണിഷ്മെൻറ്റ്സ്, അതായത് ഈ അബ്യൂസേഴ്സിന് ഡെത്ത് പെനാൽറ്റി ഉൾപ്പെടെയുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാനും നമുക്ക് ഈ ആക്ട് വഴി നമുക്ക് സാധിക്കും. കുട്ടികൾക്ക് എഗെയിൻസ്റ്റായിട്ട് കുട്ടികളെ അബ്യൂസ് ചെയ്തവർക്ക് നമ്മൾക്ക് വധശിക്ഷ, അതിൽ ക്രിമിനൽ ഇംപ്രിസൺമെൻറ്റ്, പെനാൽറ്റി, ഇതെല്ലാം നമുക്ക് അവരിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പോക്സോ ആക്ടിനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. പിന്നെ നോൺ റിപ്പോർട്ടിംഗ് ഹാസ് ബീൻ മെയ്ഡ് എ സ്പെസിഫിക് ഒഫൻസ് അണ്ടർ ദ പോക്സോ ആക്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്തു, ഇപ്പോൾ ടീച്ചർ അതറിഞ്ഞു, കുട്ടി അബ്യൂസ്ഡ് ആണ്,
ഇപ്പോൾ ചൈൽഡ് ലൈനിനെ നമ്മൾ സമീപിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ് തന്നെ ഒരു ഫാമിലിയിൽ, ഇപ്പം ഞാൻ പേഴ്സണലി എൻ്റെ പ്രൊഫഷനിൽ തന്നെ പലരെയും കണ്ടിട്ടുണ്ട്, അവരുടെ ഫാമിലിയിലുള്ളവർ തന്നെ കുട്ടികളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും ഭയങ്കര സൈക്കോളജിക്കൽ ട്രോമയിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ എന്നും കാണുന്ന ഒരു ഫാമിലി മെമ്പറാ, അവരുടെ നിന്ന് അബ്യൂസ് കിട്ടുക, പക്ഷേ ഇത് ഫാമിലി ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം പാരൻസിന് അറിയാം കുട്ടി അബ്യൂസ്ഡ് ആണെന്ന്, പക്ഷെ അത് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഒരിക്കലും അവരുടെ ആ കൂടെയുള്ള ഫാമിലി മെമ്പർ അത് ചെയ്യില്ല എന്നുള്ളൊരു തോട്ടിലാണ് പാരൻസ് നിൽക്കുന്നത്. ഇപ്പോൾ കസിൻസ് ആണെങ്കിൽ ശരി, ഗ്രാൻഡ് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന്, അങ്കിൾസിൻ്റെ ഭാഗത്ത് നിന്ന്. ഇത് ആക്ച്വലി ആൺകുട്ടികളും അതേപോലെ തന്നെ പെൺകുട്ടികളും, നമ്മളെപ്പോഴും എല്ലാ സ്ഥലത്തും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളാണ്, പക്ഷെ അതേ സമയം ആൺകുട്ടികളും അബ്യൂസിന് വിധേയരാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാത്ത പല കേസസും ഉണ്ട്. അപ്പോൾ ഈ പോക്സോ ആക്ട് പ്രകാരം റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ഒരു ഒഫൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു ഫാമിലിയിൽ ഇപ്പം ഇങ്ങനെ അബ്യൂസ് നടന്നു, പക്ഷെ അറിഞ്ഞിട്ടും അവർ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പാരൻസിനെയോ അല്ല ഈ കുട്ടിയായിട്ട് റിലേറ്റ് ചെയ്ത ആരാണോ ഈ കുട്ടിയുടെ അണ്ടർ ഗാർഡിയൻഷിപ്പ് ഓൺ ബിഹാഫ് ഓഫ് ദ ചൈൽഡ്, ആരാണ് ഈ കുട്ടിയെ കെയർ ചെയ്യുന്നത്, അവരറിഞ്ഞിട്ടും അവർ വീണ്ടും ഒരു സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഇവരെയും നിയമത്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് നോൺ റിപ്പോർട്ടിങ്, ഒരു രീതിയിലും റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നമുക്ക് നമ്മളുടെ അറിവിൽ ഇതുപോലെ കേസസ് വന്നാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഇത്തരം ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയിക്കേണ്ട അധികൃതരുടെ ശ്രദ്ധയിലോട്ട് പെടുത്താൻ പറ്റും. പിന്നെ മറ്റൊരു ഒഫൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ പോർണോഗ്രഫി മെറ്റീരിയൽ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും പത്രത്തിലും മീഡിയാസിലെല്ലാം ധാരാളം വായിച്ചേക്കുന്ന ഒരു കേസാണ്. കുട്ടികളെ അബ്യൂസ് ചെയ്യുക, അവരുടെ ഫോട്ടോസോ വീഡിയോസോ എല്ലാം എടുത്ത് മെമ്മറി കാർഡിനകത്തും സ്റ്റോറേജ് ഡിവൈസസിനകത്തെല്ലാം കീപ്പ് ചെയ്യുക. ഇതും ഒരു ഒഫൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവർ ഉപയോഗിച്ചില്ലയോ എന്നുള്ളതല്ല, പക്ഷേ ഈ ഇത്തരം മെറ്റീരിയൽസ് എല്ലാം കീപ്പ് ചെയ്യുക, കൈവശം വെക്കുന്നത് തന്നെ എന്താണ്, ഒഫൻസാണ്. പിന്നെ അടുത്തതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് ഓഡിയോ വീഡിയോ ടേപ്സ്, ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം എന്താണ്, സുപ്രീം കോർട്ട് ഡിസിഷൻ ഓൺ ലാൻഡിംഗ് ആൻഡ് പ്രിസർവിംഗ് ദ സീൻ ഓഫ് ഹീനസ് ക്രൈംസ് യൂസിങ് ഓഡിയോ വീഡിയോ ടേപ്പ് മെത്തേഡ്സ്. അപ്പോൾ പലതും ഓഡിയോസും എടുത്തിട്ടുണ്ടാകും, വീഡിയോ ടേപ്പ് വഴി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് എവിഡൻസസ് എല്ലാം ഇന്ന് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഇത് ഫാബ്രിക്കേറ്റഡ് ആകരുതെന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ ഒരുപാട് ആപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓഡിയോ ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം, ഇത് ഫാബ്രിക്കേറ്റഡ് അല്ല, ഇത് ഒറിജിനലാണ്. ഇത് ഏത് സോഴ്സിൽ നിന്നാണ് ഇത് വന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ പല സ്ഥലങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരുപാട് നമ്മൾ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ ആരാണോ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്നായിരിക്കുമല്ലോ ഷെയർ ചെയ്തിട്ടുണ്ടാകുക. ആ ഒറിജിനൽ സോഴ്സ് തന്നെ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് ടെക്നോളജിക്കലി നമുക്ക് പറ്റും അത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വീഡിയോസും ഓഡിയോസും എല്ലാം തന്നെ നമുക്ക് കോർട്ടിൽ എവിഡൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ ഒരു കുട്ടിയെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയരാകേണ്ടി വരും. ഇങ്ങനെ അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് ഉറപ്പിക്കണം അല്ലേ, അങ്ങനെ കുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് പീനൽ ലോസ് വഴിയാണ് ഇത് എപ്പോഴും പോകുന്നത്. അപ്പം പ്രത്യേകിച്ച് ഒരു ഗേൾ ചൈൽഡിൻ്റെ ആണെങ്കിൽ എപ്പോഴും ഒരു സ്ത്രീയുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഒരിക്കലും ഒരു പെൺകുട്ടിയെയാണ് എക്സാമിൻ ചെയ്യുന്നതെങ്കിൽ സ്ത്രീയുടെ പ്രസൻസ് ഇല്ല എങ്കിൽ ഒരു കാരണവശാലും നടത്താൻ പാടില്ല. അപ്പോൾ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ പ്രത്യേകിച്ച് ഗേൾ ചൈൽഡ് ആണെങ്കിൽ എപ്പോഴും ഒരു ഫീമെയിലിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. അതല്ലാതെ ഒരിക്കലും അത് മറ്റുള്ള ഒരു ഓപ്പോസിറ്റ് ജെൻഡറിന് കയ്യിൽ കൊടുത്തിട്ട് ഒരിക്കലും അവർക്ക് വിട്ടിട്ട് പോകാൻ പാടില്ല. ഇതൊക്കെ ഈ പോക്സോ ആക്ടിൻ്റെ അമെൻമെൻറ്റിന് ശേഷം വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സാണിത്. അടുത്തതായിട്ട് പിന്നെ ഐഡിയൽ ഓഫ് ഗാർഡിംഗ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് സ്ലീവ് ഓഫ് സെക്ഷൽ ഒഫൻസസ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ചൈൽഡ് ഫ്രണ്ട്ലി ജുഡീഷ്യൽ മെക്കാനിസംസ് ഫോർ ഡീലിംഗ് സിമിലർ ഒഫൻസസ്. അതായത്
ചൈൽഡ് ഫ്രണ്ട്ലി ജുഡീഷ്യൽ മെക്കാനിസംസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അതായത് കുട്ടികളെ കോടതിയിൽ അല്ല അത്തരം നേച്ചറുള്ള സ്ഥലത്ത് എക്സ്പോസ്ഡ് ആകുന്നു. കുട്ടികൾക്ക് വരുന്നതിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അവരെ അബ്യൂസ് ചെയ്ത ആളുകളെ കാണാം, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ള വ്യക്തികളെ കാണുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ അഡൽസിന് പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പല കേസുകളിലും. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൈൽഡ് ഫ്രണ്ട്ലി ജുഡീഷ്യൽ മെക്കാനിസംസ്. കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് ഒരു രീതിയിലും സൈക്കോളജിക്കലി അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ അവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ജുഡീഷ്യൽ മെക്കാനിസം ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനൊരു ഈ ആക്ടിൻ്റെ ഒരു പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അഡ്രസ്സ് ചെയ്യുക. ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ആക്ട് വഴി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ജെൻഡർ ന്യൂട്രൽ നേച്ചർ ഓഫ് ലോ ആണ്. ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ, അങ്ങനെ ബോയ്സ് ആണ് അല്ലെങ്കിൽ ഗേൾസ് ആണെന്നുള്ളതിൽ രണ്ട് ജെൻഡർ വൈസ് ന്യൂട്രലാണ്. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഒരുപോലെ നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് സംരക്ഷണം കിട്ടും. അവർ ഡീൽ ചെയ്യുന്നത് എല്ലാം ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും. പെൺകുട്ടിയാണെന്ന് വെച്ച് പ്രത്യേക പരിഗണന കൊടുക്കുന്നില്ല, ആൺകുട്ടിയാണെന്ന് വെച്ച് അവർ എക്സ്പോസ് ആകും, അങ്ങനെയൊന്നുമില്ല. രണ്ടു പേർക്കും ഒരേ രീതിയിൽ തുല്യമായിട്ടുള്ള രീതിയിലാണ് അവർക്ക് നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ മെയിൽ ചൈൽഡ് വിക്ടിംസ് അക്കൗണ്ടഡ് ഫോർ അബൌട്ട് 8 in every 1,000 പോക്സോ കേസസ്. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് പെൺകുട്ടികൾ മാത്രമാണ് ഈ സെക്ഷൽ ഒഫൻസസിന് വിധേയരാകുന്നത്. പക്ഷെ ഒരിക്കലും അല്ലതും. ആൺകുട്ടികൾ, ഒരുപാട് ആൺകുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഈ പോക്സോ കേസസിനകത്ത് ഏറ്റവും ഒരു പരിധി വരെ ആൺകുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികളോടൊപ്പം തന്നെ ആൺകുട്ടികളും സെക്ഷലി അബ്യൂസ്ഡ് ആകപ്പെടുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആൺകുട്ടികളെയും നമ്മൾ അതേ രീതിയിൽ തന്നെ ജെൻഡർ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അവരെ സംരക്ഷിക്കാനും അവരെ മനസ്സിലാക്കി കൊടുക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇത്രയും കൂടുതലായിട്ട് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ഏത് രീതിയിലുള്ള വീഡിയോസ് കാണാൻ പറ്റും. നമുക്കത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രൈവസി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ എന്താ പറയുക ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഏത് രീതിയിൽ അത് ഇമ്മോറലായിട്ടും യൂസ് ചെയ്യാനായിട്ടൊരു ചാൻസസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് ജെൻഡർ അവയർനെസ് ടു റിപ്പോർട്ട് കേസസ് ഓഫ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ നോട്ട് ഓൺലി ബൈ ഇൻഡിവിജ്വൽസ് ബട്ട് ഓൾസോ ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു കുട്ടി അബ്യൂസ്ഡ് ആയിട്ടുണ്ട് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നവരായിരിക്കാം, ഗാർഡിയൻ ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റലാണെങ്കിൽ വാർഡൻ, അങ്ങനെ ആയിരിക്കാം. അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ആ കുട്ടി ഉള്ളത്, അല്ല ആ കുട്ടി പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി വർക്ക് ചെയ്യുന്നത്, എന്ത് തന്നെയാണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്സ് എടുക്കണം. ഇങ്ങനെ ഒരു അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ കുട്ടി അബ്യൂസ്ഡ് ആയിട്ടുണ്ടെന്നുള്ളത് അറിയിക്കേണ്ട അതോറിറ്റീസിനെ അറിയിക്കാനും ആ കുട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് എടുക്കാനായിട്ടുള്ള എല്ലാ സ്റ്റെപ്സും ഇവർക്കുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽസിന് മാത്രമല്ല ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആ റൈറ്റ്സ് ഉണ്ടെന്നാണ് പോക്സോ ആക്ട് പ്രകാരം നമുക്ക് കിട്ടുന്നൊരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ആക്സസ് ദിസ് പോക്സോ ആക്ട് എൻഷുർസ് ഇഫക്റ്റീവ് ആക്സസ് ടു ജസ്റ്റിസ്. എല്ലാവർക്കും ജസ്റ്റിസ് നടപ്പാക്കുക, അതാണ് ഈ ആക്ടിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം. എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ജസ്റ്റിസ്, നിയമവും നീതി നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. അടുത്തായിട്ട് ആക്ട് പ്രൊവൈഡ്സ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ്. അതായത്
നമ്മൾ ഇത്തരം കേസസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അറിവിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നോർമലി കോർട്ടിലെ പ്രൊസീജിയേഴ്സ് പോലെ അല്ല കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഫോർ റിപ്പോർട്ടിംഗ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, കുട്ടികളുടെ വിക്റ്റിം ആയിട്ടുള്ള കുട്ടികളുടെ റെക്കോർഡിങ്സ്, അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നതിനും സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ ഈ ട്രയൽസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോഡ്സ് ഉണ്ട്. നേരത്തെ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് കുട്ടികൾ ഒരിക്കലും എക്സ്പോസ്ഡ് ആകാതെ, കുട്ടികൾ ഒരു രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെയാണ് അവരുടെ ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ആക്ട് കൊണ്ടുവന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. The act also makes amendment and attempt to commit an offence punishable. ഇപ്പം നേരിട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു ബി എന്ന് പറഞ്ഞ കുട്ടിയെ, ബി എന്നാണ് കുട്ടിയുടെ, ഞാൻ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ബി എന്ന് പറഞ്ഞൊരു കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എ എന്ത് ചെയ്തു, സിയോട് പ്രേരിപ്പിക്കുകയാണ് ആ കൊച്ചിനെ അബ്യൂസ് ചെയ്യണം, അല്ല ആ കുട്ടിയെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ആ കുട്ടിയുടെ വീഡിയോസ് എടുക്കണം. ഇതിനകത്ത് ആക്റ്റീവ് റോൾ എടുക്കുന്നില്ല. പക്ഷേ സിയെ കൊണ്ട് പ്രേരിപ്പിക്കുവാണ് ഇങ്ങനെ ചെയ്യണം, കുട്ടിയെ അബ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടിയെ മോശം രീതിയിൽ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആ സെക്ഷൽ ഒഫൻസസിനകത്തുള്ള ഏത് രീതിയിലും അവർ ഡയറക്റ്റ്ലി ചെയ്തിട്ടില്ല, പക്ഷേ ഇൻഡയറക്റ്റ്ലി വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുവാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ആരാണോ ഇതിനെ അബറ്റ് ചെയ്തത്, പ്രേരിപ്പിച്ച, ദുഷ്പ്രേരണ എന്ന് നമ്മൾ പറയും, ഈ പ്രേരിപ്പിച്ച വ്യക്തിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക്. പിന്നെ ദ ആക്ട് ക്ലിയർലി ഡിഫൈൻസ്, ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കുട്ടി, ഒരു ചൈൽഡ് എന്ന് പറയുന്നത് എനി പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 years. ഈ പോക്സോ ആക്ടിനകത്ത് വരണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ, കുട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും 18 വയസ്സിന് താഴെയുള്ളതായിരിക്കണം. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ചൈൽഡായിട്ട് ഈ പോക്സോ ആക്ട് പ്രകാരം കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഈ എന്ത് സെക്ഷൽ എബ്യൂസ് നടന്നു കഴിഞ്ഞാലും ആ ഗ്രാവിറ്റി ഓഫ് ഒഫൻസ്, എന്തുമാത്രമാണ് ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അവർക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ്സ്, ഏത് രീതിയിൽ പണിഷ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഈ എബ്യൂസർ ഏത് രീതിയിലാണ് ഈ കുട്ടിയെ എബ്യൂസ് ചെയ്തിരിക്കുന്നത്, ഉപദ്രവിക്കപ്പെട്ടത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അവരുടെ ഒഫൻസ്, അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റ്. പിന്നെ 2020 പോക്സോ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്ന് വെച്ചാൽ റൂൾ 9 ആണ്. അതിനകത്ത് സ്പെഷ്യൽ കോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ ഇറ്റ്സ് ഓൺ ഓർ ആൻ ആപ്ലിക്കേഷൻ ഫയൽഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ ചൈൽഡ് പാസ് ആൻ ഓർഡർ ഫോർ ഇൻറ്ററിം കോമ്പൻസേഷൻ. ഈ പോക്സോ റൂൾസ് 2020 കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂൾ 9 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്പെഷ്യൽ കോഡ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം ആ കുട്ടിയുടെ ബിഹാഫിൽ. കുട്ടിക്ക് ഒരിക്കലും നേരിട്ട് പറ്റില്ല, കുട്ടിയുടെ പാരൻസോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും ഇതൊരു ആപ്ലിക്കേഷൻ ഫയൽ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കോമ്പൻസേഷൻ കൊടുക്കണം. അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാകും, വസ്ത്രം, ഭക്ഷണം, പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്ററിം കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് റൂൾ 9 നമുക്ക് തരുന്നൊരു പ്രൊട്ടക്ഷനാണ്. പിന്നെ റിലീഫ്, ഈ കുട്ടിക്ക് ആശ്വാസം കൊടുക്കണം. ഇപ്പോൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണ്ടിവരും, ഫിസിക്കലി അവർക്ക് ഒരു ഹീലിംഗ് ആവശ്യമായിട്ടുണ്ടാകും, മെൻ്റലി ആൻഡ് ഫിസിക്കലി അവർക്ക് ഹീലിംഗ് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി കുട്ടിയുടെ ഹെൽത്ത് കൺസിഡർ ചെയ്തുകൊണ്ട്, മെൻ്റൽ ഹെൽത്ത് കൺസിഡർ ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ട എല്ലാ സ്റ്റെപ്സും കൊടുക്കാനായിട്ട് ഈ പോക്സോ റൂൾസ് നമ്മളെ അനുവദിക്കുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ, ഈ കുട്ടി ഇങ്ങനെ ഒരു ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ ആ കുട്ടിയെ വീണ്ടും ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതും നമുക്ക് എന്താണ്, ഈ പോക്സോ റൂൾസ് 2020 തരുന്നൊരു പ്രൊട്ടക്ഷനാണ്. കുട്ടിയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ആ ഹീലിംഗ് എല്ലാം നടന്ന് ആ കുട്ടി സൊസൈറ്റിയെ ഫേസ് ചെയ്ത് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആക്കി കൊണ്ടുവരിക എന്നുള്ളത് ശരിക്കും പറയുന്നത് ആ അതോറിറ്റീസിൻ്റെ മാത്രമല്ല, നമ്മളുടെയും കൂടെ റോളാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു വിക്റ്റിം നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ കുട്ടിയെ ഒരു വിക്റ്റിം ആണെന്ന് നമുക്കറിയാം, പക്ഷെ ഒരിക്കലും ആ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ടല്ല, ആ കുട്ടിയെ ഒരിക്കലും അത് ഫീൽ ചെയ്യരുത്.
കുട്ടിയെ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കാതെ കുട്ടിയെ എല്ലാം സമൂഹത്തെ അഭിമുഖീകരിക്കാനായിട്ടും ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് മാറാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഉത്തരവാദിത്വമുണ്ട്. പിന്നെ അറ്റ് എനി സ്റ്റേജ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് ദ ഫസ്റ്റ് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻ്റർനെയിം കോമ്പൻസേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ഫൈനൽ കോമ്പൻസേഷൻ വരുന്ന സമയത്ത് ഇൻ്റർനെയിം കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഉടനെ തന്നെ ഈ കേസ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഫൈനലായിട്ട് കോമ്പൻസേഷൻ വരുന്ന അൾട്ടിമേറ്റ് ആയിട്ട് തീരുന്ന സമയത്ത് ഫൈനൽ കോമ്പൻസേഷൻ വരും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്താതെ എത്രയാണോ ആ അവസാനമായിട്ട് ഫൈനലി നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് അപ്പോൾ അത് എത്രയാണോ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫുൾ എമൗണ്ട് കോമ്പൻസേഷനായിട്ട് കുട്ടിയുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതാണ്. അതൊക്കെ വരുന്നത് പോക്സോ റൂൾസ് 2020 പ്രകാരമാണ്. ഇപ്പോൾ പോക്സോ ആക്ട് ഉണ്ട് 2019 നമുക്ക് അമെൻമെൻറ്റ് വന്നു. അമെൻമെൻറ്റ് വഴി നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ നമുക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 2020 റൂൾസ് ഉണ്ട്. റൂൾസിൽ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ കോഡ്സ് ഉണ്ട്. ഇൻ്റർനെറ്റുമായിട്ട് കോമ്പൻസേഷൻ കുട്ടികൾ അർഹരാണ്. അവരെ പുനരധിവസിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതെല്ലാം നമ്മളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണത്. ഇത്രയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ആരുടെയും റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ? ഓക്കെ. അപ്പം തീർച്ചയായും പോക്സോ എന്ന് പറയുന്ന ആ കേസ് അല്ലെങ്കിൽ ആ ഒരു നിയമപരമായ സംവിധാനത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ആർക്കെങ്കിലും ഇതുമായിട്ട് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ. എനിക്ക് ഇനിയും സ്ലൈഡ്സ് ഉണ്ട് കാണിക്കാനായിട്ട്. പറഞ്ഞു ഞാൻ ഇത്രയും പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഓഡിബിൾ ആണോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നല്ല. ഓക്കെ, അവസാനം നോക്കാം മനസ്സിലാവും. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തതായിട്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി പോക്സോ ആക്ട് എന്താണ്, പോക്സോ റൂൾസ് നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ എന്താണ്. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എപ്പോഴും എന്തിനാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. ഇപ്പോൾ കുട്ടികൾക്ക് ഏത് സ്റ്റേജിലാണോ അവർക്ക് ആവശ്യം വരുന്നത് അപ്പോഴെല്ലാം തന്നെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടിട്ട് അവർക്ക് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എത്ര എമൗണ്ട് ആണോ അതെല്ലാം അസസ് ചെയ്യണം. എന്നിട്ട് എപ്പോഴാണ് അവർക്ക് ആവശ്യം വരുന്നത് ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കുണ്ട്. CWC എന്ന് എല്ലാവരും കേട്ട് കാണും. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ് ഈ റൈറ്റ്സ് ഉള്ളത്. റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ റൈറ്റ്സ് അവർക്കുണ്ട്. പിന്നെ നമുക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി DLSA സെക്ഷൻ 357A പ്രകാരം നമുക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഉണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് DCPU എന്ന് പറയും. എല്ലാ ജില്ലകളിലും കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ല അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനൊരു യൂണിറ്റ് ഉണ്ട്. ഇവിടെ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് ഫണ്ടുകൾ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഫണ്ട്സ് മെയിൻറ്റെയിൻഡ് അണ്ടർ സെക്ഷൻ 105 ഓഫ് ദ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 അത് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് ആവശ്യമുള്ള ഫണ്ട്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഷാൽ ബി മെയ്ഡ് വിത്തിൻ എ വീക്ക് ഓഫ് റിസിപ്റ്റ് ഓഫ് റെക്കമെൻഡേഷൻ ഫ്രം CWC. ഇതിനെല്ലാം ഇപ്പോൾ നമുക്ക് DLSA ഉണ്ട്, DCPO ഉണ്ട്. പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എല്ലാം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ആരാണ് റെക്കമെൻഡ് ചെയ്യേണ്ടത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വേണം. അവരാണ് ഇത് അസസ് ചെയ്യുന്നത്. എത്ര എമൗണ്ട് ആണ് കുട്ടിക്ക് വേണ്ടത്, ആ കുട്ടിയുടെ എല്ലാ സ്റ്റേജസിലും അവർ അസസ് ചെയ്തിട്ടാണ് അവരാണ് അൾട്ടിമേറ്റ് ആയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവരൊരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു പ്രോമിനൻറ്റ് റോള് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോക്സോ ആക്ട് പ്രകാരവും വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിൽ അതോറിറ്റിയാണ്, ഡിസ്ട്രിക്ട് ലെവൽ അതോറിറ്റി ഉണ്ട്. ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ കെയർ. കുട്ടികളുടെ സംരക്ഷണത്തിന് അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് അവരെ എങ്ങനെ
നമ്മൾ ഡീൽ ചെയ്യണം. അവരുടെ ഡെവലപ്മെൻറ്റ്, റിഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ചില കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പാരൻസ് തന്നെ അബ്യൂസേഴ്സ് ആകുന്നുണ്ട്. അച്ഛനാകാം അമ്മയാകാം. പണ്ട് കാലങ്ങളിൽ നമ്മൾ അച്ഛൻ മാത്രമാണ് ആ ഒരു അബ്യൂസറായിട്ട് വരുന്നത്. ഇന്നിപ്പം പല കേസസിനകത്തും അമ്മമാരും ആ റോളിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ബയോളജിക്കൽ ഫാദറോ മദറോ ആകണം എന്നില്ല. സ്റ്റെപ്പ് ഫാദർ ആകാം, സ്റ്റെപ്പ് മദർ ആകാം. അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇതിനകത്തൊരു പലപ്പോഴും പല കേസുകളിലും അവരും ഒരു ആക്റ്റീവ് റോൾ എടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരും ഉണ്ടാവാതെ വരും. കുട്ടികൾക്ക് അവിടെ ഏറ്റവും വേണ്ടത് മാനസികമായിട്ട് അവരെ കെയർ ചെയ്യുക, അവർക്ക് വേണ്ട നീഡ്സ് ഫുൾഫിൽ ചെയ്യുക, അവർക്ക് എപ്പോഴും ഒരു സുരക്ഷിതത്വം കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് CWC ആണ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. അവരുടെ ഒരു പ്രൈമറി റോളാണ് കുട്ടികളുടെ കെയർ, പ്രൊട്ടക്ഷൻ, ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുക എന്നുള്ളത്. പോക്സോ ആക്ട് റിക്വയർസ് പോലീസ് ടു ഇൻഫോം ദ CWC. ഇത്തരം കേസസ് പോലീസിൻ്റെ ഈ പോക്സോ ആക്ട് പ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് ഉടനെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഉടനെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ത് ചെയ്തിരിക്കുന്നത്, ദേ ഹാവ് ടു ടേക്ക് ആക്ഷൻ ഇഫ് ഇറ്റ് നോട്ടീസസ് എ ചൈൽഡ് ഹാസ് ബീൻ സെക്ഷലി അബ്യൂസ്ഡ് ഓർ ഇഫ് ഇറ്റ് സസ്പെക്ട്സ് ആൻ ഒഫൻസ് മേ ബി കമ്മിറ്റഡ്. കുട്ടി അബ്യൂസ് ചെയ്യപ്പെടണം എന്നില്ല, പക്ഷേ നമുക്കൊരു സംശയമുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ നെയ്ബർഹുഡിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ പരിചയത്തിലായിക്കോട്ടെ നമുക്കൊരു ഡൗട്ടുണ്ട്, ചില ആളുകളുടെ സ്വഭാവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടിക്ക് എന്തെങ്കിലും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ അബ്യൂസ് അവിടെ നടക്കണം എന്നില്ല. നമ്മളത് അങ്ങനെ ഒരു സംതിങ് റോങ്, അങ്ങനെ ഒരു സസ്പീഷ്യസ്. അപ്പോൾ ഈ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യും, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ഇൻഫോം ചെയ്യേണ്ടത് പോലീസിൻ്റെ റോളാണ്. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഈ പോക്സോ ആക്ടിനകത്ത് ഏറ്റവും വലിയ റോൾ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് കോഗ്നിസൻസ്. ഈ കേസസ് ഇത്തരം അബ്യൂസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. അവർ എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടി എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുട്ടി എന്തൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അതിൻ്റെ നിർദ്ദേശിച്ച ആളുകളുണ്ടാകുന്ന വ്യക്തികൾ അവർ വന്നിട്ട് ഇതിന് സ്റ്റെപ്സ് എല്ലാം എടുത്തിരിക്കണം. പിന്നെ അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ ടേക്സ് നോട്ട്സ് ഓഫ് ചിൽഡ്രൻ പ്രൊഡ്യൂസ് ബൈ ദ പോലീസ്, SJPO, NGO, ചൈൽഡ് ലൈൻ ഓർ എനി പേഴ്സൺ ഇൻക്ലൂഡിംഗ് ചൈൽഡ് ഇറ്റ് സെൽഫ്. ഈ കുട്ടികളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു പ്രോമിനൻറ്റ് റോൾ എടുത്തിരിക്കുകയാണ്. കുട്ടികൾ ഡയറക്റ്റ്ലി എക്സ്പോസ്ഡ് ആകരുത്. ഇപ്പം നമ്മൾ കുട്ടിക്ക് അറിയണ്ടാവില്ല കുട്ടി അബ്യൂസ്ഡ് ആയി എന്നുള്ളത്, പക്ഷെ നമുക്കറിയാം, അല്ലെങ്കിൽ മുതിർന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അവരെങ്ങനെയാണോ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഓൺ ബിഹാഫ് ഓഫ് ദ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഷുഡ് പ്ലേ ആൻ ആക്റ്റീവ് റോൾ. ഈ കുട്ടികൾ ഇങ്ങനെ വിധേയരായിട്ടുള്ള വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികളുടെ ബിഹാഫിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു ആക്റ്റീവ് റോൾ എടുക്കണം എല്ലാ കാര്യങ്ങളിലും. ഇതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ പേയ്മെൻറ്റ്സ് പറഞ്ഞു, നമ്മൾ പേയ്മെൻറ്റ്സ് കുട്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, സപ്പോർട്ടിങ് പേഴ്സൺ. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ആ കുട്ടിയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചില ആളുകളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്തും ട്രയൽ പ്രോസസ്സിൻ്റെ സമയത്തും എന്തെങ്കിലും സപ്പോർട്ട് സിസ്റ്റം ഈ കുട്ടിക്ക് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുക എന്നുള്ളതും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഒരു സേഫ് ഹോം, ഇത്തരം കുട്ടികൾ ചിലപ്പോൾ വീടിനകത്തും അബ്യൂസ്ഡ് ആകപ്പെടുന്നുണ്ട്, ഹോസ്റ്റൽസിൽ അബ്യൂസ്ഡ് ആകപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അതായത് അതോറിറ്റീസിൻ്റെ മാത്രം സ്കൂൾ അതോറിറ്റീസോ അല്ലെങ്കിൽ പാരൻസിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഇവിടെ ഒരു ആക്റ്റീവ് റോൾ എടുക്കുന്നുണ്ട് കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടും സുരക്ഷിതമായിട്ട് അവർക്കൊരു താമസ സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. എപ്പോഴും ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടികളുടെ താല്പര്യമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം പാരൻസ് ഉണ്ടാകും, പാരൻസ് ഉണ്ടെങ്കിൽ പോലും കുട്ടി പക്ഷേ പാരൻസിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ കുട്ടിയുടെ സുരക്ഷിതത്തെ ബാധിക്കുമെന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഇപ്പോൾ പാരൻസ്
ഇന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരിക്കലും ഒരു പാരൻറ്റും കുട്ടിയെ വേറെ സ്ഥലത്തേക്ക് വിടാൻ ആഗ്രഹിക്കൂല. പക്ഷേ അവിടെ ഈ കുട്ടി ഈ പാരൻസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അല്ലെ ആ താമസിച്ച സ്ഥലത്താണ് ഈ കുട്ടി വീണ്ടും പോകുന്നതെങ്കിൽ കുട്ടിക്ക് ആ മെൻ്റലി ആ കുട്ടി ഒരു ട്രോമയിലൂടെയാണ് വീണ്ടും കടന്നു പോകുന്നത്. അപ്പോൾ കുട്ടി എന്ന നിലയ്ക്ക് ആ കുട്ടിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. അതല്ല, വീണ്ടും ഈ കുട്ടി ഒരു അബ്യൂസിന് ചാൻസസ് ഉണ്ട്, കുട്ടിയുടെ സുരക്ഷിതത്വത്തിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉണ്ടാകും. പാരൻസിന് പക്ഷെ കുട്ടി കൂടെ വേണമെന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എപ്പോഴും കുട്ടിയുടെ സുരക്ഷിതത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കും. കുട്ടിയുടെ താല്പര്യത്തിന്, കുട്ടികളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇൻ്റലക്ച്വലി ഭൗതികമായിട്ടും അവരുടെ സുരക്ഷിതത്വം, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഐദർ വിത്ത് ബയോളജിക്കൽ പാരൻസ് ഉണ്ടാകും, അഡോപ്റ്റീവ് പാരൻസ് ഉണ്ടാകും, ഫോസ്റ്റർ കെയർ, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും എപ്പോഴും കുട്ടിയുടെ താല്പര്യമായിരിക്കും. ബയോളജിക്കൽ പാരൻസ് എപ്പോഴും കുട്ടിയുടെ ഗാർഡിയൻഷിപ്പ് എപ്പോഴും സ്വീകരിക്കുക, കുട്ടിയുടെ എപ്പോഴും കുട്ടി അവരുടെ കസ്റ്റഡിയിലായിരിക്കണം എന്നായിരിക്കും. ഫോസ്റ്റർ കെയർസ് ഉണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എപ്പോഴും കുട്ടിയുടെ താല്പര്യങ്ങൾക്കായിരിക്കും മുൻഗണന കൊടുക്കുക എന്നുള്ളത്. പിന്നെ പോലീസ് ഓഫീസേഴ്സ് ഓൾസോ പ്ലേ എ ക്രൂഷ്യൽ റോൾ. നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നത് പോലീസ് ഓഫീസേഴ്സാണ്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട്, ഇതെവിടെയാണ് ഈ ഇൻസിഡൻറ്റ് നടന്നത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഒരു എബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കുന്ന പെർപെട്രേറ്റേഴ്സ്, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് ഒരു ആക്റ്റീവ് റോൾ എടുക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് ദ ചൈൽഡ് ഡസ് നോട്ട് കം ഇൻ കോൺടാക്ട് വിത്ത് ദ അക്യൂസ്ഡ് പേഴ്സൺ ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലെ തന്നെ ഒരു ആക്റ്റീവ് റോൾ എടുക്കുന്നതാണ് പോലീസ്. പോലീസ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടി ഒരു കാരണവശാലും ആ എബ്യൂസ് ചെയ്ത ആളുടെ പ്രസൻസിൽ ഒരു കാരണവശാലും വരരുത്. അത് ആ കുട്ടിക്ക് വീണ്ടും ഒരു ട്രോമ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളുടെ അറിവിൽ ഇങ്ങനൊരു നടന്നിട്ടുണ്ടെങ്കിൽ കുട്ടി എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. കുട്ടി ആ ഒഫൻഡറിൻ്റെ മുന്നിൽ വരാൻ പാടില്ല. പോലീസും ഇതിനകത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലെ തന്നെ ഒരു ആക്റ്റീവ് റോൾ എടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം കുട്ടിയുടെ മാനസികമായിട്ടുള്ള സുരക്ഷിതത്വം ആവശ്യമാണ്. ഫിസിക്കൽ ടോർച്ചർ ഓൾറെഡി നടന്നിട്ടുണ്ട്. അത് കൂടാതെ മെൻ്റലി ഈ കുട്ടി വീക്കാകുമ്പോൾ എന്ത് സംഭവിക്കും, കൂടുതൽ കുട്ടി വൾണറബിൾ ആകുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം റൈറ്റ്സ്, ഇത്തരം റോൾസ് അവരും പോലീസും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മളും ആക്റ്റീവ് സ്റ്റെപ്സ് എടുക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ പോക്സോ, ഇത്രയും ഞാൻ പറഞ്ഞിരിക്കുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു റോളാണ്, പ്രോമിനൻറ്റ് റോൾ, റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. പിന്നെ ഈ പോക്സോ ആക്ടിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു മാൻഡേറ്ററി റിപ്പോർട്ടിംഗ്. മാൻഡേറ്ററി എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എനി പേഴ്സൺ ഇൻക്ലൂഡിങ് ദ ചൈൽഡ്, കുട്ടി ഉൾപ്പെടെ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, ഹു ഹാസ് അപ്രിഹെൻഷൻ ദാറ്റ് ആൻ ഒഫൻസ് ഇസ് ലൈക്ലി ടു ബി കമ്മിറ്റഡ്. നമുക്കറിയാം ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നമുക്കറിവുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ അറിവിലുണ്ട് ഇങ്ങനെ ഒരു ചിലപ്പോൾ സാഹചര്യമുണ്ട്, ഈ കുട്ടി ഇങ്ങനെ ഒരു അബ്യൂസിന് വിധേയനാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിൽ പോയിട്ട് നമുക്കൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹാഫിൽ ഏതൊരു വ്യക്തിക്കും. അപ്പം നമ്മൾ ഡയറക്റ്റ് കുട്ടിയോട് കണക്ട് ചെയ്യപ്പെടണമെന്നില്ല, കുട്ടിയുടെ ആരും ആയിരിക്കണമെന്നില്ല നമ്മൾ. പക്ഷേ ആ ഏതൊരു കുട്ടി നമ്മുടെ സമൂഹത്തിലൊരു കുട്ടിയും ഇതുപോലൊരു എബ്യൂസിന് വിധേയരാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തൊരു ഒഫൻസ് ആ കുട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അറിവിലേക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും എന്ത് റൈറ്റ്സ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ്സ് എല്ലാം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. കുട്ടിയുടെ ആരും ആകണമെന്ന് തന്നെ ഇല്ല. ഇൻ കേസ് എനി പേഴ്സണൽ ഓഫ് ദ മീഡിയ ഓർ ഹോട്ടൽ ഓർ ലോഡ്ജ് ഓർ ഹോസ്പിറ്റൽ ഓർ ക്ലബ് ഓർ സ്റ്റുഡിയോ ഓർ ഫോട്ടോഗ്രാഫിക് ഫെസിലിറ്റീസ് കംസ് അക്രോസ് എനി ചൈൽഡ് പോർണോഗ്രഫി ത്രൂ എനി മീഡിയം ഷാൽ പ്രൊവൈഡ് സച്ച് ഇൻഫർമേഷൻ ടു ദ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. ഇപ്പം നമുക്ക് മീഡിയ വഴി അല്ലെങ്കിൽ ഹോട്ടൽസിൽ നിന്ന്, ലോഡ്ജസ്, ക്ലബ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഇത്തരം വീഡിയോസ്, ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
പോലീസിന് റിപ്പോർട്ട് ഈ സ്പെഷ്യൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നമ്മൾ അവിടെ പോലീസ് യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് രജിസ്റ്റർ ചെയ്തിരിക്കണം. നമ്മൾ അവിടെ പോയിട്ട് നമ്മളൊരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിരിക്കണം. കുട്ടി അറിയണമെന്നില്ല ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ അതിപ്രസരം മൂലം ഒരാൾക്കും പ്രൈവസി ഇല്ല. ഈവൻ വീട്ടിൽ പോലും പ്രൈവസി ഇല്ലാത്ത പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾ, പ്രത്യേകിച്ച് അഡൽസ് ആകുമ്പോൾ അറിയാം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ കുട്ടികൾ ഇത് അറിയണമെന്നില്ല. കുട്ടികളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഇതൊന്നും സോഷ്യൽ മീഡിയാസ് വഴി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയണമെന്നില്ല. പക്ഷെ അപ്പം നമ്മൾക്ക് അറിയാൻ പറ്റും. നമ്മളിത് ഈ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്, അഡൽസ് എന്ന നിലയ്ക്ക് നമുക്കത് അറിയാൻ പറ്റും. നമ്മളുടെ നോളജിലേക്ക് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടും നമ്മൾ ഈ പോലീസ് യൂണിറ്റ്, സ്പെഷ്യൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ പോലീസ് യൂണിറ്റിനെ നമ്മൾ അറിയിച്ചിരിക്കണം. ഇങ്ങനൊരു കുട്ടിയുടെ ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി അബ്യൂസ്ഡ് ആണോ ഇല്ലയോ എന്നല്ല, പക്ഷെ കുട്ടി അറിയണമെന്നുമില്ല, കുട്ടിയുടെ നോളജിലേക്ക് വരണമെന്നില്ല. പക്ഷെ നമ്മളുടെ കൈവശം അല്ലെങ്കിൽ നമ്മളുടെ നോളജിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കൺസേൺ അതോറിറ്റിയെ നമ്മൾ അറിയിക്കുക എന്നുള്ളത്. ഇത് പോക്സോ ആക്ട് മാൻഡേറ്ററി ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഫാൾസ് കംപ്ലയിൻറ്റ്സ് ഉണ്ടാകും വിത്ത് ഇൻറ്റൻഷൻ ടു ഹ്യൂമിലിയേറ്റ്. ഒന്ന്, നമ്മൾ ഒരാളുടെ മാനസികമായിട്ട് നമ്മളവരെ മോശമാക്കുക അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ട, അത് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ. ഒരാളെ മാനഹാനി വരുത്തി തീർക്കുക അല്ലെങ്കിൽ അവരെ ത്രെട്ടൻ ചെയ്യുക. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഏതൊരു സാഹചര്യങ്ങളാണെങ്കിൽ പോലും അവരുടെ ഇൻറ്റൻഷൻ എന്താണ് നമുക്കറിയാതെ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു ഇൻറ്റൻഷനാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ആണെങ്കിൽ പോലും നമുക്കത് വി ക്യാൻ ടേക്ക് സ്റ്റെപ്സ്. However, a person who provides information about the occurrence of a sexual offense in good faith will not incur any liability. നമ്മൾ ചെയ്തതെല്ലാം എന്താണ്, ഒരു ഗുഡ് ഫെയ്ത്തിലായിരിക്കണം ചെയ്യണത്. നമ്മൾ ആക്ച്വലി അവിടെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല നമ്മളുടെ ഉദ്ദേശം അവരെ ഡീഫെയിം ചെയ്യുക, അതല്ലെങ്കിൽ അവരെ ത്രെട്ടൻ ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കാത്ത ഒരു കാര്യമാണ് നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ട് റേസ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ കുട്ടിയുടെ ഫാമിലി അല്ലേ, അവരെല്ലാം ഒരു ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കാൻ വിഷമമാണ്. അവിടെ നമ്മളുടെ ഫെയ്ത്ത് എന്തായിരിക്കും, ഒരു റോങ് ഫെയ്ത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ അവിടെ ഇംപ്രോപ്പറാണ്. നമ്മൾ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുക, മാനഹാനി വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇവിടെ എല്ലാം എന്താണ്, മാൻഡേറ്ററി ആയിട്ട് അവരെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ്. ബോത്ത് മെൻ ആൻഡ് വിമൻ ക്യാൻ ബി ഒഫൻഡേഴ്സ്. ആണുങ്ങളും അതുപോലെ സ്ത്രീകളും എന്താകാം, ഒഫൻഡേഴ്സ് ആകാം. എപ്പോഴും പുരുഷന്മാർ മാത്രമാണ് ഒഫൻഡർ ആകുന്നതെന്നില്ല. ഇന്ന് സ്ത്രീകളും ഇത് ഒരു റോൾ എടുക്കുന്നുണ്ട്. പണ്ട് ഒരു കാലം വരെ സ്ത്രീകൾ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾ ഒഫൻഡർ ആകുന്നുണ്ട്. വിക്ടിംസ് മാത്രമല്ല, സ്ത്രീകളും ഒരേ മെന്നിനോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് ഈക്വലി തന്നെ ആക്റ്റീവായിട്ട് ഒഫൻഡറായിട്ടും ഇന്ന് കാലം മാറിയതിനനുസരിച്ച് സ്ത്രീകളെ നമുക്ക് ആ റോളിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു മെന്നാണോ അല്ലെങ്കിൽ ഒരു വിമൻ ആണോ എന്നുള്ള ഒരു കൺസിഡറേഷൻ അവിടെയില്ല. ആരാണോ ഒഫൻഡർ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലീഗൽ സ്റ്റെപ്സ് എടുത്തിരിക്കും. പിന്നെ എ കേസ് ഓഫ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ക്യാൻ ഓൺലി ബി ഫയൽഡ് അഗെയിൻസ്റ്റ് എ മാൻ. അത് എപ്പോഴും ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എപ്പോഴും പുരുഷന്മാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്തത്. പിന്നെ എ ചൈൽഡ് അണ്ടർ ദി ആക്ട് ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് 18 yearsന്റെ താഴെയുള്ളവരായിരിക്കും എപ്പോഴും ഒരു ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഈ സെക്ഷൽ ഒഫൻസസ് രണ്ട് രീതിയിലാണ്. ഒന്ന് പെനിട്രേറ്റീവും നോൺ പെനിട്രേറ്റീവ് ആയിട്ടാണ്. പെനിട്രേഷൻ നടന്നിട്ടുണ്ടാകാം, അത് ഒഫൻസാണ്. ഒന്ന് പെനിട്രേഷൻ നടക്കണമെന്നില്ല, പക്ഷെ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഈ അറ്റംപ്റ്റ് നടന്നാലും ശരി എന്താണ്, അത് ഒഫൻസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുന്നത് 18 years താഴെ ആയിരിക്കും. പിന്നെ സെക്ഷൽ ഒഫൻസസ് ഇറ്റ് ക്യാൻ ബി പെനിട്രേറ്റീവ് ഓർ നോൺ പെനിട്രേറ്റീവ്. രണ്ട് രീതിയിലാണെങ്കിലും ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എൻ ഒഫൻസ് അണ്ടർ ദ പോക്സോ ആക്ട്. സാധാരണഗതിയിൽ ഒരു സെക്ഷൽ അസോൾട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ പെനിട്രേഷൻ വേണമെന്നുണ്ട്. പക്ഷെ ഇവിടെ അതില്ല. നടന്നാലും നടന്നില്ലെങ്കിലും അത് സെക്ഷൽ ഒഫൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും ഞാൻ പറഞ്ഞത് പോക്സോ ആക്ടിൻ്റെ
പ്രധാനപ്പെട്ട റോൾസ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റോൾ എന്താണ്, പോലീസിൻ്റെ ആക്റ്റീവ് റെസ്പോൺസിബിൾ റോൾ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അത് പോക്സോ ആക്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കി ഇരിക്കേണ്ട ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 21 എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ് ആണ് ആർട്ടിക്കിൾ 21. ഇവിടെ നമ്മൾ കുട്ടികളുടെ പ്രത്യേകം കൺസിഡർ ചെയ്യുന്നുണ്ട്. എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി, ദ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി ആൻഡ് ദ റൈറ്റ് ടു പ്രൈവസി. എല്ലാ കുട്ടികൾക്കും ഡിഗ്നിഫൈഡ് ആയിട്ട് ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അവർക്ക് പേഴ്സണലി, വ്യക്തിപരമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഇത് ആർട്ടിക്കിൾ 21 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21 നമുക്ക് തരുന്നൊരു പ്രൊട്ടക്ഷനാണ്, റൈറ്റ്സ് ആണ്, നമ്മുടെ അവകാശമാണത്. അത് അഡൽസിനെ പോലെ തന്നെ കുട്ടികൾക്കും ഈ റൈറ്റ്സ് ഉണ്ട്. പിന്നെ ആർട്ടിക്കിൾ 14 എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും എല്ലായിടത്തും നമ്മൾ പറയുന്ന ഒരു കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതും പറയുന്നതായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14, റൈറ്റ് ടു ഇക്വാളിറ്റി. ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ തുല്യത, ഫാമിലിയിലായിക്കോട്ടെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, എവിടെ ചെല്ലുന്നോ അവിടെ എല്ലാം തുല്യമായിട്ട് കുട്ടികളെ ട്രീറ്റ് ചെയ്യണം. ഇന്ന് സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ പോലും പല സോഷ്യൽ സെറ്റപ്സിലും കുട്ടികളെ, ആൺകുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികളെ അങ്ങോട്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ട്, ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ പോലും പലരും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇൻഇക്വാളിറ്റി നിലനിൽക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു സോഷ്യൽ ബീയിങ് നിലയ്ക്ക് നമ്മളെപ്പോഴും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈക്വലി ട്രീറ്റ് ചെയ്യുക. അത് ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്. ദെൻ ആർട്ടിക്കിൾ 15, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഒരു രീതിയിലെയും വേർതിരിവ് പാടില്ല. ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ റിലീജിയൻ, റേസ്, കളർ, സെക്സ്, ലാംഗ്വേജ്, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിലോ, റിലീജിയൻ ബേസ്ഡോ, ജെൻഡർ ബേസ്ഡോ, നിറത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ടോ, ഇത്തരം ഏത് ഗ്രൗണ്ട്സിന്റെ പുറത്താണെങ്കിലും യാതൊരു രീതിയിലും കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് വേർതിരിച്ച് കാണാൻ പാടില്ല. കുട്ടികളെ അല്ല അഡൽസിനെയും ഒരു രീതിയിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആണ്. സുരക്ഷിതവും നമുക്ക് തരുന്നൊരു സംരക്ഷണവുമാണ്. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ അവകാശമാണെന്നുള്ളത്. പിന്നെ ആർട്ടിക്കിൾ 23 ആൻഡ് 24, എല്ലാ രീതിയിലുള്ള ചൂഷണങ്ങൾ, പല രീതിയിലും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന റൈറ്റ്സ് ആണ്. ചൂഷണത്തിനെതിരെയായിട്ട് നമുക്ക് അവകാശങ്ങൾ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അത് ആർട്ടിക്കിൾ 23 ആൻഡ് 24 ആണ്. പിന്നെ ആർട്ടിക്കിൾ 21A പറയുന്നുണ്ട്, ഫ്രീ ആൻഡ് കമ്പൽസറി എലിമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു 14 years. 14 വയസ്സിനുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്, അത് ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ചില കുട്ടികൾ നമ്മൾ ജോലി ചെയ്യുന്ന കാണും, സ്കൂളിൽ പോകേണ്ട സമയത്ത് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അവരുടെ ലൈഫും നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മളുടെ അടുത്തൊക്കെ നമ്മൾ കുട്ടികൾ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് ചൈൽഡ് ലേബർ ഒരു രീതിയിലും കുട്ടികളെ ജോലിയിൽ ഏർപ്പെടുത്താൻ പാടില്ല. രണ്ടാമത്, നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി, കുട്ടിക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മുടെ ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു റൈറ്റ്സ് ആണ്, ഇത് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ആർട്ടിക്കിൾ 39F പറയുന്നത് ഓബ്ലിഗേഷൻ ഓഫ് ദി സ്റ്റേറ്റിന് തന്നെ ഒരു ഓബ്ലിഗേഷൻ ഉണ്ട്. അതായത് കുട്ടികൾക്ക് അവരുടെ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും അവർക്ക് കൊടുക്കേണ്ട എല്ലാ ഫെസിലിറ്റീസും, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അവർക്കൊരു ഡിഗ്നിഫൈഡ് ലൈഫിന് വേണ്ടിയിട്ട് എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക. അത് എല്ലാ സ്റ്റേറ്റ്സിനും, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ഒരു ഉത്തരവാദിത്വം തന്നെയാണ്, ഒബ്ലിഗേഷൻ. ദേ ആർ ഒബ്ലൈസ്ഡ് ടു ഡു ഫോർ ദ പ്രൊട്ടക്ഷൻ ഫോർ എ ഡിഗ്നിഫൈഡ് ലൈഫ് ഓഫ് എവറി ചൈൽഡ്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് കൊടുക്കുക എന്നുള്ളത് ഓരോ സ്റ്റേറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത് ആർ പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അഗെയിൻസ്റ്റ് മോറൽ ആൻഡ് മെറ്റീരിയൽ അബാൻഡൻമെന്റ്. കുട്ടികളും അതുപോലെ യൂത്തും ഒരു രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാതിരിക്കുക. അതുപോലെ അവർക്ക് ഒരു രീതിയിലും മോറൽ ആൻഡ് മെറ്റീരിയൽ അബാൻഡൻമെന്റ്, മോറലായിട്ട് അവർക്ക് കുറേ നീഡ്സ് ഉണ്ട്, അവർക്ക് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ, അല്ല മെറ്റീരിയൽ ആയിട്ടുള്ള പല ആവശ്യങ്ങളുണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് പറയാം, ഫുഡ്,
ക്ലോത്തിങ് അല്ലേ, ഇതെല്ലാം അവരുടെ അവകാശമാണത്. അപ്പോൾ അവരുടെ ഒരു രീതിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ വേണം, പക്ഷെ നമ്മൾ എഡ്യൂക്കേഷൻ നിഷേധിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് വേണം, അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, ഷെൽട്ടർ കൊടുക്കുക, ക്ലോത്ത്സ് കൊടുക്കുക, ഇതെല്ലാം തന്നെ ആരുടെ ഒബ്ലിഗേഷനാണ്? സ്റ്റേറ്റിൻ്റെ ഒബ്ലിഗേഷനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും തരുന്ന കുറേ റൈറ്റ്സ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിൽ പലരും ഇതെല്ലാം, നമ്മൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. എന്നിരുന്നാൽ പോലും നമ്മൾ നമ്മളുടെ റൈറ്റ്സിനെ കുറിച്ച് അറിയുന്നില്ല. നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. എല്ലാവരും അല്ല, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയും കുറച്ച് പേരുണ്ട്. നമ്മളിത് മനസ്സിലാക്കുക, നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇപ്പം എഡ്യൂക്കേഷൻ ഇല്ലാത്തവരുണ്ടാകും, അതുപോലെ സോഷ്യലി എക്കണോമിക്കലി വീക്ക് ആയിട്ടുണ്ടാകും, അപ്പോൾ അവർക്ക് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം നമ്മൾക്ക് അറിവുണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമുക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടാക്കണം. ഈ അവയർനെസ് നമ്മളുടെ സമൂഹത്തിലെ മറ്റുള്ളവരിലോട്ട് നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നോളജ് ഷെയർ ചെയ്യുന്നതോറും അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വെൽത്ത് എന്ന് പറയുന്നത് നോളജാണ്. നമ്മുടെ കയ്യിൽ കുറേ പണമുണ്ട്, പക്ഷേ ഇത് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തീരും. പക്ഷേ നോളജ് കൊടുക്കുന്തോറും അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് സ്പ്രെഡ് ചെയ്യപ്പെടും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഈ കിട്ടുന്ന അറിവുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. ഇവിടം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. വളരെ നല്ല രീതിയിൽ നമ്മുടെ അഡ്വക്കേറ്റ് രേണുകാരാച്ച മാഡം നല്ല രീതിയിൽ വളരെ വളരെ നമ്മളെ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ് പോക്സോ ആക്ട്. അത് വളരെ നല്ല രീതിയിൽ, ലളിതമായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല ഷെയറിങ് നിർത്തല്ലേ. ഓക്കെ, ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, നല്ല രീതിയിൽ തന്നെ ക്ലാസ് ഇവിടെ നല്ല രീതിയിൽ ക്ലാസ് അവതരിപ്പിച്ചു. അതിൽ നമ്മുടെ PCTയുടെ പേരിൽ മാഡത്തിന് നമ്മളെ PCTയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കിവിടെ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യണം, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് സർ, ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരുപാട് താങ്ക്സ്. അതെ, താങ്ക് യു. ഞങ്ങളാണ് നന്ദി പറയുന്നത്. കാരണം ഇപ്പം വളരെ പ്രസക്തമായ സബ്ജക്റ്റാണ്. നമ്മുടെ കൗൺസിലേഴ്സ്, നമ്മുടെ സൈക്കോളജിസ്റ്റുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മാഡം ഇവിടെ വിവരിച്ചു തന്നിട്ടുള്ളത്. അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഡ്യൂട്ടിയാണ്. കൗൺസിലിങ്ങിൽ നമുക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കത് റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളെ സംബന്ധിച്ചോളം ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പം മാഡം പറഞ്ഞ പോലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലോ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ CWCയിലോ ഒക്കെ നമ്മൾ റിപ്പോർട്ടിങ്, അങ്ങനെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ കൗൺസിലിംഗ് എത്തിക്സ് നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ള സമയത്ത് നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് ട്രോമ ഇൻഫോംഡ് കെയർ ആണ് നമ്മളെ സംബന്ധിച്ചോളം വലിയ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കേസാണ്. കാരണം കുട്ടികളെ വളരെ എന്താ പറയുക, ഷെയിമായിട്ട് കുട്ടികൾക്ക് ചിലപ്പോൾ ഈ അവസരം വളരെ ലജ്ജാകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കുട്ടികൾ കടത്തുന്നത്. അതുപോലെ കുറ്റബോധം ഉണ്ടാവും, അവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, ഫിയർ ഓഫ് ഫാമിലി ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, ഫിയർ ഓഫ് നോട്ട് ബീങ് ബിലീവ്ഡ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ കൗൺസിലേഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യാനും വിക്ടിം ബ്ലെയിമിങ്ങിൽ ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൈക്കോളജിസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സെൻസ് ഓഫ് കൺട്രോൾ, ഇമോഷൻ കൺട്രോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിലുള്ള കൗൺസിലിംഗ് നമ്മൾ ആ സമയത്ത് സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സപ്പോർട്ട് ഇമോഷണൽ റെഗുലേഷൻ,
പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ CWC റിപ്പോർട്ട് ചെയ്താൽ അവർ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് റിഹാബിലിറ്റേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇതിൽ വേറൊരു രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡോളസെന്റ് ഏജിൽ ഉണ്ടാവുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നം വളരെ ആണെങ്കിൽ അതൊരു പോക്സോ കേസിൽ വരികയാണെങ്കിൽ തന്നെ 5% താഴെയാണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ മാഡം? അങ്ങനെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സമയം പോലും നമ്മളത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. കാരണം ഇതിൽ ഈ ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള എല്ലാവരുടെ കേസാണെങ്കിലും അപ്പോൾ ആ സമയത്ത് നമ്മളത് എന്താ പറയുക, അത് നിസ്സാരമായ രീതിയിൽ തള്ളുന്ന രീതിയിൽ അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലേ, അതുകൊണ്ട് അത് ചെയ്യണോ എന്നുള്ള ചിന്ത അവിടെ വരും. അതും ഒരു തരം ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാഡം പറയേണ്ടതാണ്. അപ്പം പിന്നെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ ഉണ്ട് തോന്നുന്നു അല്ലേ? 1098 നമുക്ക് വിളിക്കാൻ തോന്നുന്നുണ്ട്. 1098 വിളിക്കാം. അതെ സർ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട് സർ. ആക്ച്വലി എനിക്ക് കുറെ സ്ലൈഡ്സ് ഉണ്ട്, പക്ഷെ ടൈം ലിമിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. എനിക്ക് കുറെ സ്ലൈഡ്സ് ഉണ്ട്, അങ്ങനെ ചെറിയ അതുകൊണ്ട് ഞാൻ നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ ചെയ്യേണ്ട കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നമ്മളെ ഡോക്യുമെന്റേഷൻ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടിയുടെ പേര്, ഏജ്, അഡ്രസ്സ്, പാരന്റിന്റെ ഗാർഡിയൻസ് ഡീറ്റെയിൽസ്, ഡേറ്റ് ബർത്ത്, ടൈം ഓഫ് സെഷൻ. നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയണേ. പിന്നെ എക്സാക്ട് വേർഡ്സ് യൂസ്ഡ് ബൈ ദ ചൈൽഡ് വെൻ പോസിബിൾ. ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ഒബ്സർവേഷൻസ് ഓഫ് ഇമോഷണൽ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞിരിക്കണം. എനി വിസിബിൾ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞിരിക്കണം. ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ്ഡ്, ആക്ഷൻ ടേക്കൺ നമുക്ക് പറഞ്ഞിട്ടുള്ള. അതിൽ നിങ്ങൾ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒഴിവാക്കണം, അസംഷൻസ് ഒഴിവാക്കണം. ലാബലിംഗ് സമ്മൺ ഗിൽറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്ന രീതിയിൽ ആ റെക്കോർഡ് സേഫായിട്ട് വെക്കുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ഭാഗത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. കാരണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇതിപ്പോൾ മാഡം പറഞ്ഞ മാതിരി ഏതൊരു ആൾക്കും ഏതൊരു സിറ്റിസണും ചെയ്യേണ്ട ഡ്യൂട്ടീൻ്റെ പുറമെയാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ മുമ്പിൽ ഇത് വരുമ്പോൾ അത് സപ്രസ് ചെയ്യാൻ പാടില്ല. സപ്രസ് ചെയ്താലല്ലേ സെക്ഷൻ ഏതാണ് 19 21 ഏതാണ് മാഡം ഒഫൻസ് സെക്ഷൻ 21 പ്രകാരം അല്ലേ നമ്മൾ സപ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒഫൻസ് നമ്മളെ സംബന്ധിച്ചുള്ള 6 മാസം ഇംപ്രീസൺമെന്റിന് വരെ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? ആ സപ്രസ് ചെയ്യാം. അപ്പൊ സപ്രഷൻ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് വളരെ പിന്നീടൊരു അതായത് ആ സമയത്തുള്ള ഒഫൻസ് തന്നെ വേണമെന്നില്ല. ഒരു ചൈൽഡ് നമ്മളെ അബ്യൂസ് വരുമ്പോൾ അത് മുൻകാലങ്ങളിൽ എപ്പോഴും അബ്യൂസ് ഉണ്ടായാൽ പോലും നമ്മുടെ കേസിൽ അത് വരികയാണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. പക്ഷെ വേറൊരു രസകരമായ കാര്യങ്ങൾ വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വലിയ ഏജിൽ വരുന്നതാണ്. അതായത് 10, 30, 40 വയസ്സാകുമ്പോൾ ചൈൽഡ് അബ്യൂസ് ഉണ്ടായുള്ള കേസ് ട്രോമയായിട്ട് നിലനിൽക്കുന്ന കേസുകളൊക്കെ നമ്മുടെ കൗൺസിലിങ്ങിൽ കാണാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അത് നമ്മളെ സംബന്ധിച്ചോളം വല്ലാത്തൊരു പ്രയാസമുണ്ട്. ആ ഒരു ട്രോമ അഡ്രസ് ചെയ്യപ്പെടാത്ത കേസാണെങ്കിൽ നമുക്കത് അഡ്രസ് ചെയ്യപ്പെടണം. അതിൽ ഞാൻ റിപ്പോർട്ടിങ്ങിന്റെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെയുള്ള കേസുകളും സാധാരണ ചൈൽഡ് അബ്യൂസിന്റെ ചെറുപ്പകാലത്ത് പലപ്പോഴും റിപ്പോർട്ടിംഗ് ഒക്കെ വരാറുണ്ട്. ചില ഫേമസ് സെലിബ്രിറ്റീസിന്റെ കേസിൽ തന്നെ നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനത്തെ കേസുകളൊക്കെ. പണ്ട് കാലങ്ങളിൽ എനിക്കിങ്ങനെ ചൈൽഡ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആ ഒരു മാനസിക ട്രോമയിൽ ഞാനിപ്പോൾ ജീവിക്കുന്നു എന്നുള്ള കേസുകളൊക്കെ നമ്മുടെ മുമ്പിൽ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മുടെ ഭാഗത്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വളരെ വളരെ ലളിതമായ രീതിയിൽ ഈ പോക്സോ ആക്ട് വളരെ ലളിതമായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചതിൽ നമ്മുടെ മാഡത്തിന് ഞാൻ രേണുക മാഡത്തിന് അല്ല PCTയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ മെമ്പർ കൂടിയാണ് മാഡം. അതുകൊണ്ട് അതിൽ നമുക്ക് അഭിമാനം തോന്നും. കാരണം ആലുവയാണെങ്കിലും ജോൺ ബേബി സാർ ചിരിക്കുന്നുണ്ട്, ആലുവയാണെങ്കിലും നമ്മുടെ എറണാകുളമാണ് കേട്ടോ, സോറി, ജോൺ ബേബി സാറ് എറണാകുളം ജില്ലയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ആലുവയാണെങ്കിലും അവർ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. എന്തു തന്നെയായാലും ഹാറ്റ്സ് ഓഫ്. നമുക്ക് ഇത് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ നന്ദി പറയുന്നു. നമ്മള് സാബു സാർ ഇപ്പോൾ വേറൊരു പരിപാടിക്ക് പുറത്തേക്ക് പോയതുകൊണ്ട് പിന്നെ നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ജോൺ ബേബി സാറിൻ്റെ കൂടെ ജോൺ ബേബി സാറ് സംസാരിക്കട്ടെ. സാറേ, താങ്ക് യു. രേണുക മാഡത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. രേണുക മാഡം പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ പലരും പ്രത്യേകം ഓർക്കാത്തതും ഓർത്തിരിക്കാത്തതുമാണ്. കാരണം
പോസ്കോ കേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പെൺകുട്ടികളെയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എൻ്റെ അറിവിൽ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന പല കേസുകളിൽ പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളാണ്. അതും പലപ്പോഴും വരുന്നത് റിലേറ്റീവ്സും ഫാമിലിയിലും അതുപോലെ റിലീജിയസ് ഹയറപ്സ് അവരൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ തന്നെ പേരൻസ് കുട്ടിയെ കൊണ്ട് ഓടുകയാണ്. സാറേ ഞങ്ങളോട് വന്നിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനെ പല കേസുകളും 2-3 കേസുകളുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറയാവുന്ന കൗൺസിലിംഗ് ചെയ്യാതെ തന്നെ അവർ റിപ്പോർട്ട് ചെയ്യേണ്ട, ഞങ്ങൾ കൗൺസിലിങ്ങിനും ഇല്ല എന്നും പറഞ്ഞു പോയവർ. കാരണം ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കേസാണ്, ഇതിവിടെ കൗൺസിൽ ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനത് ഒരു ഒഫൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പേരൻസ് പറയും ഇല്ല സാർ റിപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഞങ്ങളിവിടെ വന്നിട്ടുമില്ല, ഞങ്ങളിവിടെ സാറിനെ കണ്ടിട്ടുമില്ല. ഇതാ എഴുതിയ പേപ്പർ, അവരുടെ പേരും അഡ്രസ്സും എഴുതിയ പേപ്പർ തന്നെ എടുത്തുകൊണ്ട് അവരപ്പം തന്നെ തിരിച്ചു പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കൂടുതൽ അവയർനെസ് വേണ്ടത് ഇത് ആൺകുട്ടികളെയും ആണ് കൂടുതൽ ബാധിക്കുന്നുണ്ട്. ഈ ആ പെൺകുട്ടികളെ മാതിരി അതിൽ കൂടുതലില്ലെങ്കിൽ അത്രയും ആൺകുട്ടികളെ കൂടെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ടച്ചും ഫീലുമാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് അതിന് വേണ്ട സപ്പോർട്ട് കുറച്ചുകൂടെ കൊടുക്കണം, അവയർനെസ്സും. ഈ ഫോറിൻ കൺട്രികളൊക്കെ LKG അല്ല, നമ്മുടെ പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് വരെ ഡോണ്ട് അലൗ ദ അതേഴ്സ് ടു ടച്ച്, അങ്ങനെ അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഡോണ്ട് ടച്ച് ഹിയർ, ഡോണ്ട് ടച്ച് ദർ. ആ കുട്ടികൾ പറയും ഇവിടെ അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇതുവരെ ആയിട്ടില്ല, നമുക്ക് അവയർനെസ് ഇല്ല, കുട്ടികളെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ കൗൺസിലേഴ്സും മറ്റും നോക്കുന്നതൊക്കെ ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഇതിൻ്റെ ട്രോമ കുട്ടികളിൽ വളരെ കാലം നീണ്ടു നിൽക്കും. അത് മാറിയില്ലെങ്കിൽ ആ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വളരെ സീരിയസ് ആയിട്ട് അഫക്റ്റഡ് ആവും. അവരുടെ ജീവിതത്തിൽ തന്നെ അതിൻ്റെതായ കുറവുകളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യും, അതോടൊപ്പം നല്ല കൗൺസിലിങ്ങിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരോടും. നല്ല ക്ലാസ് ആയിരുന്നു റേഡിയോ മാഡം. റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതായത് സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ വിക്ടിംസിന് എന്ത് സപ്പോർട്ട് സിസ്റ്റം ആണ് പ്രിവെയിൽ ചെയ്യുന്നത് എന്നുള്ളത്. അത് ശരിക്കും നമ്മൾക്ക് അതിനകത്തൊരു ആക്റ്റീവ് റോളുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഫാമിലി, പാരൻസ്, അതുപോലെ നമ്മുടെ ലീഗൽ സിസ്റ്റം, മെഡിക്കൽ സിസ്റ്റം, ഇതെല്ലാം തന്നെ ഒരു ആക്റ്റീവ് റോൾ എടുക്കുന്നുണ്ട്. വിക്ടിംസിന് ഒരിക്കലും ഒരു വിക്ടിം ആയി എന്നുള്ള തോന്നാത്ത രീതിയിൽ വേണം, ഇപ്പോൾ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും, അപ്പോൾ നമ്മൾ സമൂഹത്തിലാണെങ്കിൽ പോലും നമ്മളും അങ്ങനെ വേണം അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. എപ്പോഴും അവരൊരു ട്രോമയിൽ കൂടെ കടന്നു പോയതാണ്, പക്ഷെ എപ്പോഴും അത് പറഞ്ഞ് വീണ്ടും ട്രോമയിൽ കൂടെ കടന്നു പോകാതെ അവരതിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അത് ഈ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരു ആക്റ്റീവ് റോളുണ്ട്. ഈവൻ സ്കൂളിൽ ചെന്ന ഫ്രണ്ട്സിനാണെങ്കിലും ടീച്ചേഴ്സിന്. ചിലർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വിക്ടിം ആയി കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. പിന്നെ ലീഗൽ അസിസ്റ്റൻസ് ആണെങ്കിലും മെഡിക്കൽ അസിസ്റ്റൻസ്, അവിടെയും ഇപ്പോൾ പലരും മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം ഈ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിലേ ആ ഒരു ചൈൽഡ്ഹുഡിനെ അവർക്കൊരു ബ്ലെസ്സിങ് ആയിട്ട്, ഇങ്ങനെയാണെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് അവരെ റീഹാബിലിറ്റ് ചെയ്ത് വീണ്ടും നല്ലൊരു വ്യക്തിയായി വാർത്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾക്കും ഒരുപാട് ആക്റ്റീവായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, റോളും ഉണ്ട്. അതാണ്, ശരിയാണ് മാഡം പറഞ്ഞത്. വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം അതിൽ ഇപ്പം ജോൺ ബേബി സാർ പറഞ്ഞൊരു കാര്യം കൂടി, മാഡം പറഞ്ഞത് തന്നെയാണ് അത്. ആൺകുട്ടികൾ വളരെയധികം പിന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഇതിന്റെ റൂളിൽ, വളരെയധികം ഉണ്ട്. പക്ഷെ അതൊന്നും റിപ്പോർട്ടിങ്ങിലേക്ക് വരുന്നില്ല, അതാരും അറിയുന്നുമില്ല. മിക്കവാറും കേസുകൾ ഇപ്പൊ നമ്മളിപ്പോ 1500 കേസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു കൊല്ലത്തെ, ഏകദേശം 1400 ഒരു ഇയർലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ചെയ്ത കേസുകൾ മാത്രമേ പറയുന്നു. റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അവരെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ബാധിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ വലിയ ട്രോമാസിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അതിന്റെ ആ വിഷമം പേറിക്കൊണ്ടുള്ള ലേഡീസിനെ തന്നെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അത് വല്ലാത്തൊരു പ്രയാസമല്ല. നമ്മളൊരു വലിയ അഡൾട്ട്ഹുഡിൽ എത്തിക്കഴിയുമ്പോഴും ആ ട്രോമാസ് പേറിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഗ്രോത്തിനെ, ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇതൊരു വലിയ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികൾ അത്രയും അവെയർ ആവണം എന്നുള്ളത് പറയും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പിന്നെ അബ്ദുൾ ലത്തീഫ് സാർ ഉണ്ടായിരുന്നു, പോയോ?
ഗോപകുമാർ സാറുണ്ട്, പിന്നെ മുഹമ്മദ് സാറ് സംസാരിക്കുന്നുണ്ട്, നിത്യ ടീച്ചറുണ്ട്, കുഞ്ഞായി മാസ്റ്ററുണ്ട്. ഓരോരുത്തരെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും പ്ലീസ്. സംശയങ്ങൾ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഗോകുമാർ സാർ. നിത്യ ടീച്ചർ ഉണ്ട്, നിത്യ ടീച്ചർ പറയൂ. രമാവതി മാഡം സംസാരിക്കും. സാറേ നമസ്കാരം. ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുമ്പോഴാണ് മാഡത്തിന്റെ ക്ലാസ് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി തോന്നി ഞാൻ കയറാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ഇപ്പോഴത്തെ കാലത്ത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സാറേ ഈ ക്ലാസ്. കാരണം മാഡത്തിന് എനിക്ക് തോന്നിയോന്നറിയില്ല, ജലദോഷം ഉണ്ടോന്നൊരു സംശയമുണ്ട്. കാരണം അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മാഡം ക്ലാസ് എടുത്തത്. ക്ലാസ് ആണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് മാഡം എടുത്തത്. അത് ഓരോ പോയിന്റും വളരെ നല്ല രീതിയിലാണ് എടുത്തത്. കാരണം ഇന്നിപ്പം രാവിലെ ഞാൻ പത്രം വായിക്കുമ്പോ, പത്രത്തിൽ രാവിലെ വായിക്കാതിരിക്കുന്നതാ നല്ലത്. പത്രം വായിക്കുമ്പോ കണ്ടത് ഗുജറാത്തില് 2000 രൂപ വാടക കൊടുക്കാൻ പറ്റാത്തോണ്ട് 3-4 മാസം പെൻഡിങ് ആയതുകൊണ്ട് ഭാര്യനെയും 13 വയസ്സുള്ള കുട്ടീനെയും വീട്ടുടമസ്ഥനെയും കഴിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ അത് അമ്മൂമ്മ അറിഞ്ഞിട്ട് അത് പോലീസ് കേസായിട്ട് വീട്ടുടമസ്ഥനെയും പിന്നെ അച്ഛനെയൊക്കെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അത്രയും നമ്മുടെ മനുഷ്യത്വം മരവിച്ചു പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. കാരണം സ്വന്തം പിതാവ് തന്നെ ഇങ്ങനെ ചെയ്യാണ്. 13 വയസ്സെന്ന് പറയുമ്പോൾ അവര് മടിയിലിരുത്തിട്ട് ഉമ്മ വെക്കേണ്ട പ്രായമാണ്. കാരണം ടീനേജ് തുടങ്ങുന്ന പ്രായമാണ്. അതുപോലെ തന്നെ ചില കേസില് കുടുംബത്തിൽ തന്നെ അധികം അമ്മമാര് സ്കൂളില് കുട്ടികളെ വിടുമ്പം എന്നാ അങ്കിള് വന്നിട്ടുണ്ട്, മോള് അങ്കിളിന്റെ പുറകെ ഇരുന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ വിടുന്ന കേസുണ്ട്. ചില അങ്കിൾമാര് പീഡിപ്പിക്കുന്നുണ്ട്. ചിലപ്പോ കുട്ടി അത് അറിയണമെന്നില്ല. കുട്ടിയോട് പറയും മോള് വീണുകൊണ്ട് അങ്കിളിന്റെ അടുത്തിരുന്ന് കെട്ടിപ്പിടിച്ചു. അറിയുന്ന കേസാണെങ്കിലും വീട്ടിൽ പറയാൻ കുട്ടികൾക്ക് പേടിയാണ് സാറേ. രേണുക വേണം, കുട്ടികൾക്ക് പേടിയാണ്. പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇപ്പം ചെറിയ ആൺകുട്ടികളെ കേസ് ഇപ്പൊ പറഞ്ഞല്ലോ, ആൺകുട്ടികളെ പീഡിപ്പിക്കണം. തീർച്ചയായിട്ടും ആൺകുട്ടികളും അങ്ങനെ വരുന്നുണ്ട്. കാരണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ സെൽഫോൺ കിട്ടാൻ വലിയ താല്പര്യമാണ് അതിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എവിടെയെങ്കിലും അയൽ വീട്ടിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ചേട്ടൻ ബാബാമാര് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. കാരണം ഇത് കൊടുത്തിട്ട് പീഡിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ ഇതും പുറത്ത് പറയില്ല. പക്ഷെ പറ്റുന്നത് ഇവര് വളർന്നു കഴിയുമ്പം ഈ ട്രോമ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് അതിങ്ങനെ അങ്ങ് വരെ കൊണ്ടുപോയിട്ട് വീട്ടിലും പറയില്ല, എവിടെയും പറയില്ല. ചില പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് അതിരാത്രി തന്നെ പറയും എനിക്കെന്താ ഒരു പേടി പോലെ ഇങ്ങനെ. അപ്പൊ പറയും എനിക്കിങ്ങനെ എൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ദാമ്പത്യം കൊളായി തീരുകയും ചെയ്യും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഈ സാറ് ഇപ്പൊ പറഞ്ഞ പോലെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും സ്കൂളിൽ നിർബന്ധം ഒരു ക്ലാസ് തന്നെ വേണം, ഒരു പീരീഡ് തന്നെ വേണം സാറേ. കാരണം ഇപ്പം പിന്നെ മയക്കുമരുന്ന് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു പീരീഡ് ആഴ്ചയിലൊരു ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കോട്ടെ സാറേ. എന്തൊക്കെ ഇതല്ലല്ലോ. അപ്പൊ എന്റെ അഭിപ്രായം, ഞാൻ ചിലപ്പോ മോട്ടിവേഷണൽ ചെറുതായിട്ട് എടുക്കുമ്പോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ ശ്രദ്ധിക്കണം, ടച്ച് വേട്ടെ തോളില് കൈയിട്ട് നടക്കുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ചെറിയ രീതിയിൽ. ഞാൻ വലിയ രീതിയിൽ പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. അപ്പൊ എന്തായാലും ഈ ക്ലാസ് എല്ലാവർക്കും ഉപകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ഉപകരിച്ചു, ഞാൻ ശ്രദ്ധിച്ചു. കാരണം കുറെ കാര്യങ്ങൾ മാഡം പറഞ്ഞത് വളരെ കറക്റ്റാണ്. മാഡം അത് പറഞ്ഞില്ലേ സമയമില്ലാന്ന്, ശരിയാണ്. സമയം ഉണ്ടെങ്കിൽ മാഡം ഇതിലും കുറെ പറയാനുണ്ടാവും. താങ്ക് യു മാം. താങ്ക് യു മനോജ് സാർ. താങ്ക് യു സാർ. ഓക്കെ മാഡം, നല്ല വിഷൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ മാഡം പറഞ്ഞ പോലെ തന്നെ ഇത് ക്ലാസ്സിന് വളരെ സമയപരിമിതിയിനുള്ളിൽ പറയേണ്ട കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ പറ്റി പറയാറുണ്ട്. കേസുകളൊക്കെ പറയാനുണ്ടാവും. നമുക്ക് ഫീഡ്ബാക്ക് കണ്ടിന്യൂ ചെയ്യാം. നിത്യ ടീച്ചർ ഉണ്ട്, നിത്യ ടീച്ചർ എന്തെങ്കിലും സംസാരിക്കുന്നില്ലേ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു. CWCയും എല്ലാത്തിനെ കുറിച്ച് നന്നായിട്ട് മാം പറഞ്ഞു. അത് മാത്രമല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതെല്ലാം മാം എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് തന്നു. അത് ഒരുപാട് സമയമെടുത്തു.
പിന്നെ മാം എറണാകുളം ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഒരു ഓഫർ ഞാൻ കൊടുത്തിരുന്നു, എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ജോൺ ബേബി സാറിനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്നും എറണാകുളം ജില്ലയിലെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കാമെന്നും മാമിന് ഓഫർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് മാം എന്തായാലും വരും. എന്തായാലും വളരെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് നന്ദി. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ മാഡം. പിന്നെ പത്മ മാഡം, പിന്നെ സംസാരിക്കാം. ഫീഡ്ബാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിന് പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയായിരിക്കും, പക്ഷെ എൻ്റെ നിയമവശവും അതൊന്നും അറിയില്ല. അത് ചെറുപ്പത്തിൽ അതിന് നിയമവും ശിക്ഷയെല്ലാം കുട്ടികൾക്ക് കിട്ടുമ്പം എനിക്ക് തോന്നുന്നതാണ് കുറച്ച് കൗമാരക്കാരായ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റിയുള്ള ശിക്ഷയെ പറ്റിയൊന്നും അറിവില്ലാത്തത് കൊണ്ട് കൂടിയാണോ അവര് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് തോന്നുന്നു. അതൊരു കാരണമാവാം. അപ്പോൾ അതൊക്കെ കിട്ടുന്നത് ഒരു പരിധി വരെയെങ്കിലും ഇത്തരം കൃത്യം ചെയ്യുന്നതിൽ കുട്ടികളെങ്കിലും അകറ്റി നിർത്തുന്നെന്ന് തോന്നുന്നത്. ഇന്നത്തെ കാലം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കുട്ടികളായാലും ഇപ്പം ചെയ്യുന്ന ഈ അതിക്രമം ശരിക്കും പറഞ്ഞാൽ മനസാക്ഷിയുള്ള ഒരാൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവര് പിന്നെ ജീവിതകാലം മുഴുവൻ ആ ഒരു ട്രോമയിലൂട്ട് പോകുന്നതും ഒന്നും ഒരിക്കലും നമുക്ക് സഹിക്കാനോ അംഗീകരിക്കാനോ പറ്റൂല. അതിന് ശരിക്കും നല്ല കഠിന ശിക്ഷ തന്നെ കൊടുക്കണം. അതേസമയം തന്നെ അത് ഒരു ദുരുപയോഗം ചെയ്യുന്ന പോലെയും ആയിപ്പോവരുത്. ചിലപ്പോൾ നമ്മൾ ചില കേസെല്ലാം കേൾക്കുന്നുണ്ട്, നിരപരാധിയായവരെ ഇതിൽ പെട്ടുപോകുന്നതെല്ലാം. അങ്ങനെ ആവാതെ തന്നെ ശരിയായ പ്രതിയെ തന്നെയാണ് കണ്ടുകിട്ടിയെങ്കിൽ അത് വേഗം തന്നെ അതിന് ശരിയായ ശിക്ഷ കൊടുക്കുന്നത് ഇത് കുറയാൻ സഹായമാകുമെന്ന് തോന്നുന്നു. അതായത് മാഡത്തിന്റെ ക്ലാസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. താങ്ക് യു മാം. ഓക്കെ, ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? അല്ലെങ്കിൽ മാഡം ഇത് സമ്മപ്പ് ചെയ്യും ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഇവിടെ കുറച്ച് പേരുണ്ട്, ആരെങ്കിലും സംസാരിക്കാൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇത് വളരെ 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 ആവശ്യമുള്ള, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ്. അത് നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ച് നമ്മുടെ കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ട്രെയിനേഴ്സ് ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതിനെപ്പറ്റി നമ്മളെ ശരിക്കും അവബോധം ഉണ്ടാവണം. സമൂഹത്തിൽ ഇത് ഒരു നമുക്ക് സമൂഹത്തിന് ഇത് ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് പണിഷബിൾ ആണ്. ഇത് പിന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഈ കുട്ടികളുടെ മാനസിക നിലയെ തന്നെ ബാധിക്കുന്നതാണ് എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ക്ലാസ് കൂടിയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ അഡ്വക്കേറ്റ് രേണുക മേഡം അവതരിപ്പിച്ചുകൊണ്ട് അവർക്കൊന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാഡത്തിന് മറുപടി പറയാൻ ക്ഷണിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഫീഡ്ബാക്ക് എന്ന എല്ലാവരോടും ഞാൻ പേഴ്സണലി താങ്ക്സ് പറയുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഇനിയും പറയാനുണ്ട്. ഓൾമോസ്റ്റ് 57-58 സ്ലൈഡ്സ് ഇനിയും എനിക്കുണ്ട്. വീണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ട്രെസ് ചെയ്യുന്നു, പക്ഷേ നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് 8 o'clock ആയതുകൊണ്ടാണ് നിർത്തേണ്ടി വന്നത്. പിന്നീടൊരു അവസരം ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കവർ ചെയ്യാം. ഇപ്പം ഇവിടെ ഓരോരുത്തരും കമൻസ് പറഞ്ഞു, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വാല്യൂ ചെയ്യുന്നതാണ്. നമ്മളിതെല്ലാം നമ്മുടെ സമൂഹ ജീവിത നിലയ്ക്ക് ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരെ അവെയറാക്കി കൊണ്ടുവരിക, നല്ലൊരു സമൂഹം വാർത്തെടുക്കാൻ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. എന്തായാലും ഒരുപാട് താങ്ക്സ്. എനിക്ക് ഇതിൽ ഇങ്ങനെ ട്രിവാൻഡ്രം യൂണിറ്റിലാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു അവസരം തന്നതെല്ലാം എനിക്കത് പ്രത്യേകം ഷംല ഉണ്ട്, ട്രഷററാണ്. ഷംലയാണ് എന്നെ ഇതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്തത്. ഇങ്ങനെ ഉണ്ട് ചേച്ചി, എന്തായാലും ചേച്ചി ഇതിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പേഴ്സണലി ഞാൻ താങ്ക്സ് പറയുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി സർ. താങ്ക് യു മാം. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഓക്കെ സർ. ഗുഡ് നൈറ്റ്.